നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ആഗോള തലത്തിലുള്ള അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയും ഞെട്ടലും ഉളവാക്കുന്ന സംഭവം തന്നെയായിരുന്നു തന്ത്രിയുടെ അറസ്റ്റും ജയിൽവാസവും. തന്ത്രശാസ്ത്ര വിധിപ്രകാരം ദേവന്റെ പിതൃസ്ഥാനമാണ് തന്ത്രിക്ക് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനാണ് തന്ത്രി കണ്ഠരര് മഹേശ്വര്, കണ്ഠരര് രാജീവര്. കണ്ഠരര് രാജീവരെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് താഴമൺ തന്ത്രി കുടുംബത്തിലെ അംഗമായ കണ്ഠരര് രാജീവരെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെടുമ്പോൾ അയ്യപ്പൻ്റെ താന്ത്രിക വിധിപ്രകാരം ക്ഷേത്രത്തിലെ ദേവൻ്റെ മൂർത്തിയുടെ പിതൃസ്ഥാനം കൈക്കൊള്ളുന്ന തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ ദേവൻ്റെ പിതൃസ്ഥാനീയനായ തന്ത്രി ജയിലിൽ പോകുന്നു. അച്ഛനാണ് അകത്ത് പോകുന്നത്. മകൻ്റെ സ്വർണം കട്ടതിൻ്റെ പേരിൽ അച്ഛനെ പിടിച്ച് ജയിലിലിടുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മറിയുന്നു. തന്ത്രി പറയുന്നു ഇത് മനഃപൂർവ്വം, അല്ലെങ്കിൽ തന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന, അതായത് പിണറായി വിജയൻ മന്ത്രിസഭയിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കെല്ലാം അന്വേഷണം വ്യാപിക്കുന്നു എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് SIT എത്തും, ചോദ്യം ചെയ്യും, അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യം വന്നു കഴിഞ്ഞപ്പോൾ മന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടി തന്ത്രിയെ കുരുതി കൊടുത്തുകൊണ്ട് പിണറായി വിജയൻ നടത്തിയ ഒരു കളിയാണ്, SIT ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു കളിയാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്കും ജയിൽവാസത്തിലേക്കും നീങ്ങിയത് എന്നാണ് തന്ത്രിയോട് അടുത്ത കുടുംബങ്ങൾ ഇപ്പോഴും പറയുന്നത്. തന്ത്രിയുടെ സഹോദരി പുത്രനായ രാഹുൽ ഈശ്വർ ഇത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അദ്ദേഹം ആ നിലപാടിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. എന്നാൽ ഇപ്പോൾ തന്ത്രി വിവാദം വീണ്ടും കൊടുമ്പിരി കൊള്ളുന്നത് മറ്റൊരു കാരണത്താലാണ്. ഈ വരുന്ന മണ്ഡല മഹോത്സവ കാലത്ത് ശബരിമലയിലെ താന്ത്രിക വേലകൾക്കായി തന്നെ പരിഗണിക്കേണ്ടതില്ല എന്നാണ് തന്ത്രി കണ്ഠരര് രാജീവര് ദേവസ്വം ബോർഡിന്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കത്തെഴുതിയിരിക്കുന്നത്. ശബരിമലയിൽ താഴമൺ കുടുംബത്തിനാണ് തന്ത്രം. രണ്ട് വിഭാഗക്കാരായ, അതായത് കണ്ഠരര് മഹേശ്വരരും മോഹനരും കണ്ഠരര് രാജീവരും തമ്മിൽ അങ്ങനെ രണ്ട് കുടുംബക്കാരായി ഓരോ വർഷവും മാറി മാറി ഓരോ ഊഴം വെച്ചാണ് ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്ത് താന്ത്രിക വിധികൾ അനുഷ്ഠിക്കുന്നത്. ഇവിടെ ഈ വരുന്ന മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്ത് ശബരിമലയിൽ താന്ത്രിക വിധി അനുഷ്ഠിക്കേണ്ടത് തന്ത്രി കണ്ഠരര് രാജീവര് തന്നെയാണ്. എന്നാൽ ഈ മണ്ഡലകാലത്ത് മകരവിളക്ക് മഹോത്സവ കാലത്ത് തന്നെ ശബരിമലയിലെ തന്ത്രത്തിന് വിളിക്കരുത്, തന്നെ അതിനെ നിയോഗിക്കരുത് എന്ന് കാണിച്ചുകൊണ്ട് തന്ത്രി കണ്ഠരര് ദേവസ്വം ബോർഡിന് കത്തെഴുതിയിരിക്കുന്നു. കാരണം തൻ്റെ അനാരോഗ്യകരമായ പല പ്രശ്നങ്ങളുമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആരോഗ്യപരമായി താൻ അത്ര സുഖകരമായ അവസ്ഥയിലല്ല, അപ്പോൾ തന്നെ ചില രോഗങ്ങളെല്ലാം അലട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇക്കുറി മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്ത് ശബരിമലയിൽ തന്ത്രം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി തന്നെ ഒഴിവാക്കി പകരം തൻ്റെ മകനെ ആ സ്ഥാനത്തേക്ക് നിയോഗിക്കണം എന്നൊരു കത്താണ് തന്ത്രി കണ്ഠരര് രാജീവര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകിയിരിക്കുന്നത്. എന്നാൽ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ തീരുമാനങ്ങളൊന്നും കൈക്കൊണ്ടിട്ടില്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം കമ്മീഷണറുണ്ട്. അപ്പോൾ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിൽ ഇക്കാര്യം ഉന്നയിച്ചതിന് ശേഷം ആ ദേവസ്വം ബെഞ്ചിൻ്റെയും ദേവസ്വം ഹൈക്കമ്മീഷണറുടെയും എല്ലാം താല്പര്യം എന്താണ് എന്ന് മനസ്സിലാക്കി അവരുടെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം മാത്രമേ തന്ത്രിയുടെ ഈ കത്തിൽ ഒരു നടപടി സ്വീകരിക്കാൻ സാധ്യമാകൂ എന്ന് തിരുവിതാംകൂർ ദേവസ്വം പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാരും കൃത്യമായ നിലപാടുകൾ എടുക്കാതെ, അല്ലെങ്കിൽ നിലപാടെടുക്കാൻ കഴിയാത്ത രീതിയിൽ നിൽക്കുന്നു. കാരണം തന്ത്രവിധി പ്രകാരം നടത്തേണ്ട കാര്യങ്ങളെല്ലാം നിശ്ചയിക്കേണ്ടത് സർക്കാരല്ല. എന്നാൽ ശബരിമലയിൽ ഏതെങ്കിലും ഒരു തന്ത്രിക്ക് ശൂന്യം പോലുള്ള എന്തെങ്കിലും താന്ത്രികമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാങ്കേതികത്വം ഉണ്ടാവുകയാണെങ്കിൽ മറ്റു കുടുംബക്കാരെ ആ കാര്യങ്ങൾക്ക് നിയോഗിക്കുക പതിവുണ്ട്. ഇവിടെ കണ്ഠരര് രാജീവർക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് നിയോഗിക്കണം എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് തന്ത്രിയായിരിക്കാനുള്ള നിയതമായ യോഗ്യതകൾ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം. BJPയുടെ ഉപാധ്യക്ഷനായ ഡോക്ടർ KS രാധാകൃഷ്ണൻ തന്നെയാണ് ഇത്തരം ഒരു കാര്യം ഇപ്പോൾ ചാനലിലൂടെ പറഞ്ഞിരിക്കുന്നത്. തന്ത്രിക്ക് ആരോഗ്യപരമായ കാരണങ്ങളുണ്ട്, അതുകൊണ്ട് തനിക്ക് ഇക്കുറി ശബരിമലയിൽ സേവനമനുഷ്ഠിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ
അദ്ദേഹത്തിൻ്റെ മകനെ പകരം തന്ത്രിസ്ഥാനത്തേക്ക് നിയോഗിക്കണം എന്ന് പറയുമ്പോൾ ഒരു തന്ത്രി എന്ന നിലയിൽ ഒരാൾക്ക് ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളിലുപരി താന്ത്രിക കർമ്മങ്ങളിലെല്ലാം വളരെ അവഗാഹം ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ കണ്ഠരര് രാജീവരുടെ മകന് ശബരിമലയിലെ തന്ത്രം അനുഷ്ഠിക്കുന്നതിനുള്ള വൈജ്ഞാനികമായ അല്ലെങ്കിൽ തന്ത്രപരമായ അറിവ് അദ്ദേഹത്തിനുണ്ടോ, അദ്ദേഹം അതിന് പ്രാപ്തനാണോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് ക്ഷമിക്കണം BJPയുടെ ഉപാധ്യക്ഷനായ ഡോക്ടർ KS രാധാകൃഷ്ണൻ തുറന്നടിച്ചിരിക്കുന്നത്. ഇത് സമൂഹ മധ്യത്തിൽ ഇപ്പോൾ വലിയ ഒച്ചപ്പാടുകൾക്ക് കാരണമായിരിക്കുന്നു. രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ വേദാന്തത്തിലൊക്കെ ഡോക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഡിഗ്രികൾ സമ്പാദിച്ചിട്ടുള്ള KS രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് എന്ന് രാഹുൽ ഈശ്വർ തുറന്നടിച്ചിരിക്കുന്നു. കൂടാതെ BJPയിലും ഇത് വിരുദ്ധ അഭിപ്രായങ്ങൾ ഉളവാക്കിയിരിക്കുന്നു. ഡോക്ടർ KS രാധാകൃഷ്ണൻ BJPയുടെ ഉപാധ്യക്ഷനാണ് എന്നുണ്ടെങ്കിലും അദ്ദേഹം BJPയുടെ അഭിപ്രായമാണോ പറഞ്ഞിരിക്കുന്നത്, അതായത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണോ എന്നുള്ളത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. BJP ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നതിന് വേണ്ടി ഡോക്ടർ KS രാധാകൃഷ്ണനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതും അറിയില്ല. എന്തായാലും തന്ത്രിയുടെ വിഷയത്തിൽ ചാടിക്കേറി ഒരു അഭിപ്രായ പ്രകടനം BJPയുടെ ഔദ്യോഗിക ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതിനാൽ ഡോക്ടർ KS രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണോ പറഞ്ഞത് എന്നുള്ളത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അതെന്ത് തന്നെയായാലും ശബരിമലയിൽ ഇക്കുറി മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്ത് തന്നെ തന്ത്രി ആയി പരിഗണിക്കേണ്ടതില്ല എന്ന് കണ്ഠരര് രാജീവർ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം മാത്രമല്ല കാരണം, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കേണ്ടി വന്ന ആ ഒരു വിഷമവും നാണക്കേടും അദ്ദേഹത്തിന് ഉണ്ട്. തീർച്ചയായും താൻ അറിയാത്ത വിഷയത്തിന് തന്നെ പ്രതിയാക്കി ജയിലിൽ അടച്ചതിൻ്റെ പേരിൽ തനിക്കുള്ള മനോവിഷമം കൂടിയായിരിക്കണം അദ്ദേഹം അതിലൂടെ പങ്കുവയ്ക്കുന്നത്. കണ്ഠരര് രാജീവരുടെ സഹോദരിയുടെ പുത്രനായ രാഹുൽ ഈശ്വരും ഇത് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം അക്കാര്യത്തിൽ തീർത്തും നിരപരാധിയാണ്. പിണറായി വിജയൻ എന്ന അന്നത്തെ മുഖ്യമന്ത്രിയുടെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ രക്ഷിക്കുന്നതിന് വേണ്ടി, അഥവാ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് SIT എത്തിച്ചേരുകയാണെങ്കിൽ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് ഒരു വേള ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പങ്കിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ള പേടി കൊണ്ടായിരിക്കാം തന്ത്രിയെ കുടുക്കി മന്ത്രിയെ രക്ഷിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. രാഹുൽ ഈശ്വർ ഈ വിഷയം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. മന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടി തന്ത്രിയെ കുടുക്കി പിണറായി വിജയൻ. ആ പിണറായി വിജയൻ്റെ കുതന്ത്രങ്ങൾ മനസ്സിലാക്കാതെ KS രാധാകൃഷ്ണനെ പോലുള്ള പ്രതിഭാശാലികളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നത് തീർത്തും അനുചിതമായി പോയി എന്നാണ് രാഹുൽ ഈശ്വരൻ പറഞ്ഞത്. അതെന്ത് തന്നെയായാലും ഇക്കുറി ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്ത് തന്ത്രി കണ്ഠരര് രാജീവർ ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ അവിടെ ഈ താന്ത്രിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് ആരെ നിശ്ചയിക്കണം, നിയോഗിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അഭിപ്രായം എന്തായാലും അതിൽ വളരെ പ്രസക്തം തന്നെയായിരിക്കും. എന്താണ് അക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കുക.